നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. വീഡിയോ എടുത്തതാണ്. അത് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് വൈറസ് എന്തോ കയറി കംപ്ലീറ്റ് പോയി വീഡിയോ. അപ്പോൾ അത് കാരണം ഇന്നലെ ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വീണ്ടും വേറെ ഇതിൽ എടുക്കാമെന്ന് വിചാരിച്ചു എടുത്തതാണ് കേട്ടോ. ഡെയിലി മിക്കവാറും ദിവസം ഓരോ ടിപ്സ്, ഹെയർ മാസ്ക്, പാക്ക് ഒക്കെ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അത് എല്ലാ പ്രായക്കാർക്കും പറ്റിയതാണ് കേട്ടോ. 50 ഉള്ളിലുള്ള അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷമുള്ള അങ്ങനെ ഏജ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു പാക്കും പ്രത്യേകിച്ചില്ല കേട്ടോ. ഞാൻ 8ാം ക്ലാസ് മുതൽ തേക്കാൻ തുടങ്ങിയ പാക്ക് ഇപ്പോഴും തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് പ്രായക്കാർക്കും നമുക്ക് തേക്കാവുന്ന എല്ലാ ടിപ്സും ഹെയർ മാസ്കും പാക്കുമാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ നമുക്ക് എല്ലാവർക്കും തേക്കാൻ പറ്റും. അതിന് യാതൊരു ഏജ് പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, ഇനിയിപ്പോൾ ആയുർവേദ പൊടികൾ ഉപയോഗിച്ചിട്ട് അവർക്ക് ചെയ്യാൻ താമസമാണ്, എടുക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ കറ്റാർവാഴ തേക്കാം കേട്ടോ. കറ്റാർവാഴയും ഒലിവ് ഓയിലും. കറ്റാർവാഴ ജെല്ല് എടുക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ലീഫിൽ നിന്ന് ജെല്ല് മാറ്റാതെ തന്നെ ലീഫ് കട്ട് ചെയ്തിട്ട് പുറന്തൊലി കളഞ്ഞിട്ട് നമ്മൾ ഒലിവ് ഓയിൽ മുക്കിയിട്ട് എങ്ങനെ മാസ്ക് ആക്കി തേക്കാം എന്നതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കാണണം കേട്ടോ. അപ്പോൾ അതിനൊരു ഏജ് ഇല്ല കേട്ടോ, പ്രത്യേകിച്ച് ഒരു ഏജ് ഇല്ല. നമുക്ക് ആർക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തേക്കാവുന്ന തരത്തിലുള്ള എല്ലാ പാക്കും അങ്ങനത്തെയാണ് കേട്ടോ. അപ്പം അങ്ങനെ പരീക്ഷിക്കാം. കറ്റാർവാഴയെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അലോവേര എന്ന് പറയും. അത് നല്ല റിസൾട്ടാണ് എല്ലാവർക്കും തന്നിട്ടുള്ളത് കേട്ടോ. ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഭയങ്കര റിസൾട്ടാണ്. മുടി വന്നിട്ട് അതിൻ്റെ ഫോട്ടോ വരെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. മുടി ഇല്ലാതെ വന്നിട്ട് ഇത് മാത്രം ഉപയോഗിച്ചു, കറ്റാർവാഴ ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ഇത് തേച്ചിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. നല്ലോണം മുടി വന്നു കേട്ടോ. അപ്പോൾ പലർക്കും പല തരത്തിലാണ്. ചിലത് നല്ല യൂസ്ഫുള്ളാവും, അതിനേക്കാളും റിസൾട്ടായിരിക്കും വേറെ ആൾക്കാർക്ക് വേറെ ടിപ്സ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പല പല ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ആഴ്ചയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ മാറി മാറി യൂസ് ചെയ്യുക കേട്ടോ. ചിലർ പറയും എനിക്ക് നെല്ലിക്കപ്പൊടി ഭയങ്കര സൂപ്പറായിട്ടുണ്ട്, നല്ല റിസൾട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയും എനിക്ക് അലോവേരയും ഒലിവ് ഓയിലും നല്ല റിസൾട്ടായി എന്ന് പറഞ്ഞു. പിന്നെ ചിലർ ഈ പൊട്ടറ്റോ പീലും ഒലിവ് ഓയിലും ഭയങ്കര റിസൾട്ടാണ്, മുടി കൊഴിച്ചിൽ നിന്നു എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ എല്ലാവരും മിക്കവരും പല പല ടിപ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ പരീക്ഷിക്കുന്നത്. അപ്പോൾ അവർ പരീക്ഷിക്കുന്നതിനൊക്കെ നല്ല റിസൾട്ട് വരുമ്പോൾ അവരത് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ എല്ലാ ടിപ്സും കാര്യങ്ങളൊക്കെ 100% റിസൾട്ട് ഉള്ളതാണ് കേട്ടോ. എല്ലാത്തിനും നല്ല റിസൾട്ടാണ്. പിന്നെ ചിലർക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് പേസ്റ്റാക്കി തേക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ട്രൈ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ പാക്കും ട്രൈ ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം മാറി മാറി ഇട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ കറ്റാർവാഴയുടെ ഇമ്പോർട്ടൻസ് അറിയാമല്ലോ. എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. യെല്ലോ അതായത് ഓർഡിനറി കറ്റാർവാഴ. പിന്നെ റെഡ് അലോവേര ഉണ്ട്. അതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ചിലർ കണ്ടിട്ടുണ്ടാവാം, ചിലവർ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് കേട്ടോ റെഡ് കറ്റാർവാഴ. അപ്പോൾ ഇത് ഞാൻ പറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചതാണ് കേട്ടോ. റെഡ് കളറാണ് ഇതിൻ്റെ കറ്റാർവാഴ. ഉണ്ടോ? നല്ല റെഡ് കളറാണ്. അപ്പോൾ ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മളിത് കട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ റെഡായിട്ട് വരും. ഈ വശങ്ങളെല്ലാം റെഡായിട്ട് വരും. ഇത് കണ്ടോ, ഇതെല്ലാം റെഡായിട്ട് വരും. അപ്പോൾ ശരിക്കും ഈ ആയുർവേദത്തിൽ നമ്മൾ റെഡ് കറ്റാർവാഴ അതിന് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത്. ഇതിനേക്കാളും സാധാരണ കറ്റാർവാഴയേക്കാളും നല്ല റിസൾട്ടാണ് കേട്ടോ റെഡ് കറ്റാർവാഴ. ഇത് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഞങ്ങൾ ആയുർവേദമായിട്ട്
കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ ആയുർവേദ പ്ലാന്റ്സിന്റെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോഴാണ് ഹസ്ബൻഡ് ഈ റെഡ് അലോവേര കണ്ടതും മേടിച്ചതും. ഇത് സാധാരണ അലോവേരയെക്കാളും ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ. നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്ന അലോവേര ഒരു വിധം പാകമായാൽ 50 രൂപയ്ക്കാണ് ഒരു ചെടിക്ക്. പക്ഷെ ഇതൊരു കുഞ്ഞു ചെടിയായിരുന്നു കേട്ടോ. അതിന് 120 രൂപയായിരുന്നു അന്ന് വാങ്ങിച്ചത്. അപ്പൊ ശരിക്കും ഈ ചെടി കാണുമ്പോൾ നമുക്ക് സംശയം ഉണ്ടായി ഇത് പിടിക്കുമോന്ന് വരെ. കാരണം അത്ര കുഞ്ഞായിരുന്നു ശരിക്കും ഇത് കൊണ്ടുവരുമ്പോൾ. എന്നിട്ട് പിന്നെ നട്ടു പിടിപ്പിച്ചു. അന്ന് ഒരു കുഞ്ഞു ചെടിക്ക് 120 രൂപയായിരുന്നു കേട്ടോ. അപ്പൊ ഇത് അങ്ങനെ നട്ടു പിടിപ്പിച്ചുണ്ടായതാണ് ഈ വലിയ ലീഫ് ട്ടോ. വലിയ ലീഫിന്റെ ഉണ്ട്. ഇത് കാഴ്ചയില് കണ്ടോ, ഇതിന്റെ കളർ തന്നെ കണ്ടോ എന്ത് രസാ, കണ്ടോ. ഇത് ശരിക്കും കാഴ്ചയില് എല്ലാ കറ്റാർവാഴയും ഒരേപോലെ തോന്നും. പക്ഷെ അതിന്റെ ഷേപ്പിലൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. മറ്റ് സാധാരണയായിട്ടുള്ള കറ്റാർവാഴയ്ക്ക് ലീഫിന് നല്ല തിക്നെസ് ഉണ്ടാവും, വീതി ഉണ്ടാവും, നല്ല വീതിയിലുണ്ടാകും. പക്ഷേ ഇതിന്റെ വളർച്ച എന്ന് പറയുന്നത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ. വീതി കുറഞ്ഞിട്ടായിരിക്കും നേരെ മുകളിലേക്കായിരിക്കും വളരുന്നത്. നല്ല നീട്ടത്തിലായിരിക്കും വളരണത്. കണ്ടോ, നല്ല നീട്ടമുണ്ട്, നല്ല നീട്ടത്തിലാണ് വളരുന്നത്. കണ്ടോ, ഇതാണ് കമല്. ഇതിൽ ഒരു ഗ്രേ ഗ്രീൻ ആണ്. നമ്മുടെ റെഡ് അലോവേര ഒരു ഗ്രേ ഗ്രീൻ കളറാണ്, മറ്റത് ഗ്രീൻ കളറായിരിക്കും. അത് തമ്മിൽ വ്യത്യാസം കേട്ടോ. അപ്പൊ കുഞ്ഞില് നമ്മൾ ഇതിനെ കാണുമ്പോൾ നമുക്ക് ഇത് വളരുമെന്ന് പേടിയായിരുന്നു. ഇത് പിടിച്ച് കിട്ടുമോ, അത്രയ്ക്കും ഒരു ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഇതിന്റെ ഇല ആ സമയത്ത് കേട്ടോ. അങ്ങനെ അത് പിടിപ്പിച്ചു. ഭാഗ്യവശാൽ അത് കിട്ടിയപ്പോൾ ഇന്നലെ കട്ട് ചെയ്തു ഞാൻ. അപ്പൊ ഒന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലവർ കണ്ടിട്ടുണ്ടാവാം, പക്ഷെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് ഉള്ളവര് ഇനി വേണ്ടവര് ചിലപ്പോൾ ആയുർവേദ പ്ലാന്റ്സ് ഒക്കെ വിൽക്കുന്നിടത്ത് ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയുള്ള എക്സിബിഷൻ ടൈമിലോ അല്ലെങ്കിൽ നഴ്സറിയിൽ, മിക്ക നഴ്സറിയിൽ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നഴ്സറിയിലൊക്കെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ. കിട്ടുവാണെങ്കിൽ വാങ്ങിക്കണം കേട്ടോ, വാങ്ങിച്ച് പിടിപ്പിക്കണം. നല്ല റിസൾട്ടാണ്. ഇത് നമുക്ക് സ്കിന്നിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് വിറ്റാമിൻ എ, സി, ഇ എല്ലാം ഉണ്ട്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇത് ശരിക്കും നമുക്ക് ആൻറ്റി ബാക്ടീരിയൽ ആണ്. അതുകൊണ്ട് ഫംഗസ് ഒക്കെ പൊക്കോളും നമുക്ക് കേട്ടോ. അപ്പോൾ മറ്റേതിനേക്കാളും നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഈ മുഖത്തൊക്കെ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ജെല്ല് എടുക്കാം കേട്ടോ. ഇതിൻ്റെ ജെല്ല് നമുക്ക് കഴിക്കാം, പക്ഷേ തൊലിയൊന്നും വരാതെ ജെല്ല് മാത്രമായിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. മറ്റുള്ള അലോവേര ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇതില് നമുക്ക് ഇതിന്റെ ജെല്ല് എടുത്തിട്ട് ഇതില് ഹണി തേച്ച് ചെയ്യാം കേട്ടോ. അത് ഫേസിലും ഇടാം, നമുക്ക് സ്കിന്നിലും ഇടാം. അപ്പൊ ഈ ആന്റി ബാക്ടീരിയൽ എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്ക് താരനൊക്കെ വേഗം പോകും കേട്ടോ. എന്തെങ്കിലും ഫംഗസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറും. ഇത് ഫോളിക്കിൾസിനെ സ്ട്രെങ്തൻ ചെയ്യും, പിന്നെ സ്കാൽപ്പിനെയും നല്ല ഹെൽത്തി ആക്കും. പിന്നെ നന്നായിട്ട് മുടി വളരുകയും ചെയ്യും. നമുക്കിത് കട്ട് ചെയ്തിട്ട് വെറുതെ തേക്കുകയും ചെയ്യാം. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ കളർ വൈറ്റ് ആയിട്ട് തന്നെ തോന്നുള്ളൂ. കണ്ടോ, കട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴാണ് ഇതിന്റെ കളറൊക്കെ വന്നു തുടങ്ങുന്നത് കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബ്ലാക്ക് ഉണ്ടാവും. കട്ട് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ കളർ കാണാൻ പറ്റും, അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ കാണിച്ചു തന്നല്ലോ അതുപോലെ. അപ്പൊ ഇത് കിട്ടാവുന്നത് വാങ്ങിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നല്ല റിസൾട്ടാണ് ഇതെല്ലാം. ഇത് നമുക്ക് മറ്റുള്ള ഇത് ചെയ്യുന്ന പോലെ ഇതിന്റെ ജെല്ല് എടുക്കാം. ഇനി ജെല്ല് ഇതിന്ന് സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം, അല്ലാതെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് തേക്കാവുന്നതാണ്. ഇത് പൊളിച്ചെടുത്താണ് കേട്ടോ. പൊളിച്ച് കണ്ടോ, പൊളിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ കളറൊക്കെ നമുക്ക് ബ്ലാക്ക് ആയിട്ട് കാണാം, റെഡ് കേട്ടോ. ഒരു ആദ്യം നമുക്കൊരു ബ്ലാക്ക് പോലെ തോന്നും, പിന്നെ കളർ റെഡ് ആവും കേട്ടോ. അപ്പൊ ഇത് നമുക്ക് തലയിലൊക്കെ തേച്ചാൽ നല്ല റിസൾട്ടാട്ടോ. ഉണ്ടോ, തേച്ച് 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 ശരിക്കും ഇതിന് കോസ്റ്റ്ലി എന്ന് പറയാൻ കാരണം ഇത് നല്ല റിസൾട്ടും കൂടിയാണ്. ആയുർവേദത്തിൽ ഇതിന് ഒന്നാം സ്ഥാനത്താണ് കേട്ടോ ഈ റെഡ് അലോവേര നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കിട്ടാവുന്നവർ വാങ്ങിച്ചു വെക്കണം കേട്ടോ. ഇതിന്റെ തൈ പിടിപ്പിക്കാൻ
പറ്റുമോ എന്ന് നോക്കട്ടെ. സാധാരണ ഇതിൻ്റെ റൂട്ടിൽ നിന്നൊക്കെ വേറെ വേറെ വരണതാണ്. മറ്റുള്ള ഇത് ഒരെണ്ണം പിടിപ്പിച്ചാൽ മതി, അതിൽ നിന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയും വലുതായിട്ട് തൈകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. തൈ കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ മുടി വേറെടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇത് ഒലിവ് ഓയിൽ ഇങ്ങനെ നമുക്ക് വേർതിരിച്ചെടുത്തിട്ട് ഇത് ഒലിവ് ഓയിൽ അല്പം എടുക്കാം. ഒലിവ് ഓയിൽ നമ്മൾ മുക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ 2-3 തവണ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. കാരണം എന്താണ്, ഇതിന് ഫംഗസ് ഒന്നും ഉണ്ടാവില്ല, ഡ്രൈനെസ് ഒക്കെ മാറും. കണ്ടോ, ഇത് വളരെയധികം ഗുണപ്രദമാണ് കേട്ടോ. നമുക്ക് കണ്ടോ, നല്ല തലയ്ക്ക് തേക്കുമ്പോൾ തന്നെ നല്ല തണവായിരിക്കും കേട്ടോ, നല്ല രസമായിരിക്കും. എന്നിട്ട് നമ്മൾ ഇത് നമുക്ക് മുടിയിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഒന്ന് ഞെക്കി ഞെക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്നുള്ള ജെല്ലൊക്കെ വരും. ജെല്ലൊക്കെ വന്നിട്ട് എന്താ നമ്മുടെ ഫാമിലിയിലുള്ളവരെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ റെഡ് അലോവര കേട്ടോ. അതിന്റെ കളർ തന്നെ, മറ്റേത് ഈ കളറ് മഞ്ഞ കളറായിരിക്കും നമ്മൾ ഊറി വരുന്നത് കേട്ടോ. ഇത് അത് കഴിഞ്ഞ് നമ്മൾ അലോവര ഈ മുറിച്ച ഭാഗത്ത് നോക്കുമ്പോൾ, ചെടി പോയി നോക്കുമ്പോൾ ആ മുറിച്ച ഭാഗം വരെയും റെഡ് ആയിട്ട് ഇരിക്കുന്ന കാണാം. ഇപ്പൊ ഞാൻ ഇതിൽ കാണിച്ചു തന്നല്ലോ റെഡ് പോലെ. ഇതുപോലെ നമ്മൾ തൈയില് പോയി നോക്കുമ്പോൾ നമ്മൾ ആ മുറിച്ച ഭാഗം ഇങ്ങനെ ആയിട്ട് ഇരിക്കണ കാണാം, റെഡ് ആയിട്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. വെള്ളം ധാരാളം കുടിക്കുക, ടിപ്സും കാര്യങ്ങളും ഉപയോഗിക്കുക, മുടി ഡ്രൈനെസ് ആക്കാതിരിക്കുക, എപ്പോഴും എന്ത് ചെയ്യുക, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. മുടി വൈകുന്നേരങ്ങളിൽ കൈകൊണ്ട് വിടുത്തിയിട്ട് നമുക്ക് തേക്കാം കേട്ടോ. എണ്ണയോ ജെല്ലോ എന്തെങ്കിലുമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഇത് കണ്ടോ, ഇതിന്റെ വശം കണ്ടോ, മുറിച്ച വശം ബ്ലാക്ക് കണ്ടോ. ഇത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കണ്ടോ, ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി. കണ്ടോ, തൊലി പൊളിച്ചെടുത്താൽ നമുക്ക് തൊലി വരും. കണ്ടോ നല്ല മറ്റേനേക്കാളൊക്കെ നന്നായിട്ട് ജെല്ല് വരാനുണ്ട്. ജെല്ല് ഒഴുകിക്കൊണ്ടിരിക്കണുണ്ടോ, ഇതാണ് കേട്ടോ. നമുക്ക് ഈ ജെല്ല് നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. മറ്റേ കണ്ടോ, ഒരുപാട് ജെല്ല് ഇതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്താൽ, ഡെയിലി അപ്ലൈ ചെയ്താൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്ലൈ ചെയ്താൽ മുഖത്തിന് നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും. പിന്നെ ഈ കറുത്ത പാടുകളൊക്കെ മാറും കേട്ടോ. ഒരു ദിവസം കൊണ്ട് ശരിയാവില്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ കറുത്ത പാടുകളൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഫേഷ്യലിന് ഉപയോഗിക്കാം കേട്ടോ. അതെല്ലാം മറ്റേ കറ്റാർവാഴ ഉപയോഗിക്കാം, പക്ഷെ ഇതൊന്നുകൂടി നമുക്ക് റിസൾട്ടാണ്. നമുക്ക് കയ്യിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഉണ്ടാവും എത്രയാണെന്ന് നോക്കൂ. ഞാൻ ആ തൊലിയാണ് കേട്ടോ ഇതെടുത്ത്, തൊലിയിലാണ് ഇത്രയും ജെല്ലുള്ളത്. മറ്റത് ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ, ജെല്ല്. ഈ തൊലിന്നുള്ള ജെല്ലാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കണ്ടോ. ഒരുപാട് ജെല്ല് തൊലിയിലുണ്ട്. അപ്പൊ മറ്റേനേക്കാളും കൂടുതൽ ജെല്ല് ഈ റെഡ് അലോവരയിലുണ്ട് കേട്ടോ. തൊലിയാണ് കേട്ടോ, തൊലിയിൽ തന്നെ ഇത്രയുണ്ട്. അപ്പൊ പിന്നെ മറ്റതിന്റെ കാര്യം പറയണ്ടല്ലോ കേട്ടോ. അപ്പൊ നമുക്ക് ഇത് കിട്ടുവാണെങ്കിൽ എല്ലാവരും തേച്ച് നോക്കണം കേട്ടോ. അതുപോലെ പിടിപ്പിച്ച് നോക്കണം കണ്ടോ. നമുക്ക് കയ്യിലൊക്കെ തേക്കാം കേട്ടോ. കൈയൊക്കെ തേക്കുമ്പോഴത്തേക്കും കയ്യിൻ്റെ ആ വരണ്ട ഇരിക്കുന്ന സ്കിന്നൊക്കെ നല്ല നല്ല എന്താ പറയാ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. റിങ്കിൾസ് എന്നൊക്കെ പറയില്ലേ ഫേസിലും കയ്യിലൊക്കെ ഉള്ളതൊക്കെ, അതൊക്കെ മാറും കേട്ടോ. ഇതാണ് നമ്മുടെ റെഡ് അലോവര. 5-10 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ തലയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഫേസിൽ അപ്ലൈ ചെയ്യാം, കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് വേണമെങ്കിൽ ഒലിവ് ഓയിൽ കൂടി കണ്ടോ. ഇത് തൊലിയായിട്ടും കൂടി കണ്ടോ, ജെല്ല് കണ്ടോ, ഒരുപാട് ജെല്ലുണ്ട് കണ്ടോ, തൊലിയായിട്ട് പോലും. അപ്പോൾ ഇത് കണ്ടോ, ഇതിന്റെ അറ്റം കണ്ടോ. ഇത് മുറിക്കുമ്പോൾ കളർ ഇതായിരിക്കും, കുറച്ചേരം ഇരുന്ന് കഴിയുമ്പോഴാണ് ഇതിന്റെ കളറ് മാറിയിരിക്കുന്നത്. ചിലത് ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ ഇതിൽ ആ കളർ ഉണ്ടാവും കേട്ടോ, ജെല്ല് ഈ റെഡ് കളർ ഉണ്ടാവും കേട്ടോ. അപ്പം ഇങ്ങനെ തേച്ച്
തലയിലൊക്കെ തേക്കാം. കണ്ടോ? ഒഴുകിക്കൊണ്ടിരിക്കണം കണ്ടോ ജെല്ല്. ഭയങ്കര ജെല്ലാ ഇതില്. കണ്ടോ? ഇതില് തീരെ ഇല്ല കണ്ടോ? ഒരുപാട് ജെല്ലാണ്. കണ്ടോ? മറ്റേത് നമ്മൾ കുറച്ച് തേക്കുമ്പോഴത്തേക്കും ജലാംശം പോയ പോലെ തോന്നും. എന്നിട്ട് നമ്മളിങ്ങനെ ഞെക്കി കൊടുക്കണം. പക്ഷെ ഇത് കണ്ടോ? അധികം വറ്റേയില്ല ട്ടോ. സൂപ്പറാണ് ട്ടോ. ഇത് കോസ്റ്റ്ലി ആവാനും കാരണം ഇതൊക്കെ തന്നെയാണ് ട്ടോ. ഇതിന്റെ ഗുണങ്ങളും ഇത് കണ്ടോ? ഉം. നല്ല നന്നായിട്ട് ജെല്ലുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നഴ്സറി, പ്രത്യേകിച്ച് നഴ്സറി, ആയുർവേദ പ്ലാന്റ്സ് ഒക്കെ ഉള്ളിടത്ത് പോകുമ്പോൾ ഈ റെഡ് അലോവര ഉണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ. റെഡ് കറ്റാർവാഴ. അപ്പോൾ ഇല്ലെങ്കിൽ അത് വാങ്ങിച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇതാ നിറച്ചും ജെല്ലാണ് ഇതില്. കുഞ്ഞുങ്ങൾക്ക് വരെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ശ്രദ്ധിക്കുക മുടി കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ കാണാം കേട്ടോ.